ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പിങ്ക് കളറൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്ത് പുഡിങ്ങാണെന്ന്. അതേ നമ്മൾ സ്ട്രോബെറി പുഡിങ്ങാണ് കേട്ടോ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ് റെസിപ്പിയാണ്. ഇത് നമ്മൾ ഫ്രഷ് ഫ്രൂട്ട് വെച്ചിട്ടാട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാല് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. നമ്മളെപ്പോഴും പറയുന്നതാണ് 1/2 ലിറ്റർ പാലിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് ആ രീതിയിൽ എടുത്താലാണ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ആ ഒരു ചൈന ഗ്രാസ് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. വെള്ളമൊന്നും കൂടി പോകണ്ട, ഞാൻ പറഞ്ഞിട്ടുള്ള അളവിൽ തന്നെ ചെയ്തെടുത്താൽ മതി. ഒരു 10 ഗ്രാമിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് 10 മിനിറ്റ് നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഫ്രഷ് ഫ്രൂട്ട് വെച്ചിട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഫ്രൂട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സ്ട്രോബെറിയുടെ മിക്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഉണ്ടാക്കിയാലും മതി. പക്ഷേ ഫ്രഷ് ഫ്രൂട്ട് വയ്ക്കുമ്പോഴായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിത് ഫ്രീസറിൽ വെച്ചതായിരുന്നു കേട്ടോ. കുറച്ചായിട്ടുണ്ടായിരുന്നു വാങ്ങിയപ്പോൾ ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഈ സ്ട്രോബെറി എന്ന് പറയുന്നത് നല്ല പുളിയായിരിക്കുമല്ലോ. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അതിങ്ങനെ വേവിച്ചെടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ. ഈ ഒരു സ്ട്രോബെറിയുടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ അത് കുക്കായിട്ട് വരും കേട്ടോ. കുറച്ച് സമയം മതി, ഒരു 5-6 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് റെഡിയായി വരും. അപ്പോൾ കണ്ട വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ട് അതുപോലെ വെള്ളമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒന്ന് കുക്കായി നമുക്ക് ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതായത് ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ചൈന ഗ്രാസും പാലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് ഞാനൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അത് മെൽട്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അതേസമയം തന്നെ 1/2 ലിറ്റർ പാലും ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടും ഒരേ സമയത്ത് തന്നെ ചെയ്യുക. രണ്ടിനും ഒരേ ചൂടായിരിക്കാൻ ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ കണ്ടൻസ് മിൽക്ക് ഒരു 1/4 കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നിർബന്ധമില്ല, പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കാൻ ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നിർബന്ധമുള്ളതല്ല, നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പഞ്ചസാര അതിന് പകരം പഞ്ചസാരനെ കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, നമ്മൾ പുഡിങ്ങിലേക്ക് പഞ്ചസാര കുറച്ച് മുന്നിട്ട് നിൽക്കണമല്ലോ. തണുക്കുന്ന സമയത്ത് പഞ്ചസാര കുറവായിരിക്കും. അപ്പം ഒരു 3, 4, 5 ടേബിൾ സ്പൂൺ വരെയൊക്കെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ പിന്നെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പം ഞാൻ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് തീ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കരുത്. ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി ഈ ഒരു പാലിൻ്റെ മിക്സ് ഒന്ന് ചൂടാറണം. അതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് സ്ട്രോബെറിയുടെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നാൽ പാല് സെറ്റാവുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് ചൂടാറിയതിന് ശേഷം ഒഴിക്കുക. അതെന്താ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളിത് ചൂടോടുകൂടെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സ്ട്രോബെറി കുറച്ച് പുളിയുള്ളതല്ലേ, അപ്പോൾ പാല് പിരിഞ്ഞു പോയി ഇങ്ങനെ ചെറിയ തരി ഇങ്ങനെ കുത്തും. നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ചില പുളിയുള്ള, അതുപോലെ തന്നെ പൈനാപ്പിൾ അങ്ങനെയാണ്, പുളിയുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചെറിയ തരി പോലെ ഉണ്ടാവും ചൂടോടുകൂടെ അതിലേക്ക് ചേർത്താലേ. അപ്പോൾ പാലൊന്ന് തണുത്ത ശേഷം, എന്നാൽ പുഡിങ് സെറ്റാവുകയും ചെയ്യരുത്, ആ ഒരു സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മണിക്കൂർ പുറത്ത് വെക്കുമ്പോഴേക്കും അത് നന്നായിട്ട് 1 മണിക്കൂർ കൊണ്ട് തന്നെ ചിലപ്പോൾ പുറത്ത് വയ്ക്കുമ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും. പിന്നെ അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. പിന്നെ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോബെറിയുടെ ക്രഷ് ഉണ്ടെങ്കിൽ അത് ചേർത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ ഇഷ്ടംപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം. ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ഡെസിക്കേറ്റ് ചേർത്ത് തന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനത് കട്ട് ചെയ്തിട്ട് കാണിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് തന്നെയാണ് സ്ട്രോബെറി പുഡിങ്. ഫ്രഷ് ഫ്രൂട്ട് വെച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്ട്രോബെറി ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഗസ്റ്റൊക്കെ വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഒരു പീസ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്